LDF ക്യാമ്പിൽ സാനിയ മനോമിയും റോഷിപാലും സുനിൽ തോമസും തയ്യാറായി നിൽക്കുകയാണ്. റോഷിപാൽ, അവിടെ എന്തായി കാര്യങ്ങൾ? സുജയ, സ്റ്റേഡിയം ബസ്റ്റാണ്, ഇവിടെയാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരൊക്കെ എത്തിച്ചേരും. LDFന് പോലീസ് അനുവദിച്ചിരിക്കുന്ന ഇടത്താണ് ഞാനുള്ളത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗമാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് NDAയുടേത്. തൊട്ടപ്പുറത്ത് ആ ജംഗ്ഷനപ്പുറത്ത്, സിഗ്നലിനപ്പുറത്ത് NDA, അതിനിപ്പുറത്ത് കിഴക്ക് ഈ പടിഞ്ഞാറ് ഭാഗത്തായി UDFൻ്റെയും തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം നടക്കും. പോലീസ് അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. വലിയ രീതിയിൽ പോലീസ് ബാരിക്കേഡുകളൊക്കെ വെച്ച് ഇരുഭാഗത്തുമായി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കടന്ന് ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം വരാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ വലിയ ആവേശമായിരിക്കും വരും മണിക്കൂറുകളിൽ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കൊട്ടിക്കലാശങ്ങൾ നടക്കുന്നതിൽ എത്ര അകലമുണ്ട് എന്ന് കൂടി അറിയേണ്ടതുണ്ട് റോഷിപാൽ. കാരണം ഇപ്പോൾ തന്നെ വാക്പോര അങ്ങേയറ്റമാണ്. ഇപ്പോൾ അടുത്തടുത്ത് കൊട്ടിക്കലാശിച്ചാൽ അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. സ്മൃതി, ഈ കാണുന്ന ഇതൊരു ജംഗ്ഷനാണ്. ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ. അവിടെ സിഗ്നലുണ്ട്. ആ സിഗ്നലിന് അപ്പുറത്താണ് NDAയുടെ കൊട്ടിക്കലാശം നടക്കുക. തൊട്ടിപ്പുറത്തെ ഭാഗത്തായി വലതുഭാഗത്ത് ഈ ഭാഗത്ത് UDFൻ്റെ നടക്കും. ഇതിന് പിറകിലായി നമ്മൾ നേരത്തെ കാണിച്ച ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ LDFൻ്റെയും ഉണ്ടാകും. ഇതിനിടയിൽ ബാരിക്കേഡ് തീർക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് പരസ്പരം അടുത്ത് ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും, പ്രകോപനം ഉണ്ടാകുന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജംഗ്ഷനിൽ സിഗ്നലുള്ള ഈ ജംഗ്ഷനിൽ മുഴുവൻ പോലീസായിരിക്കും. ഇവർക്കിടയിൽ ബാരിക്കേഡ് തീർക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്. ഗതാഗതം മുഴുവൻ തടയും. കാരണം വലിയ രീതിയിൽ പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ്. ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് ഏതായാലും പോലീസിന്റെ ഭാഗത്തുണ്ട്. അല്പസമയത്തിനകം ഇവിടെ പ്രവർത്തകർ, 3 മുന്നണികളുടെയും പ്രവർത്തകർ നിറഞ്ഞു കവിയും. വലിയ ആവേശമായിരിക്കും, വലിയ ശബ്ദ കോലാഹലമായിരിക്കും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 10-30 ദിവസമായി അവർ വലിയ പ്രചാരണത്തിലാണ്. ഭൂരിഭാഗം ഇടങ്ങളിലും സാധാരണ തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല, നിശബ്ദ പ്രചാരണമായിരുന്നു. പ്രത്യേകിച്ച് പല മുന്നണികളും വലിയ കോലാഹലങ്ങളില്ലാതെയുള്ള പ്രചാരണങ്ങളിലായിരുന്നു ഏർപ്പെട്ടത്.